എപ്പോഴും പറയാറുണ്ട് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ. നമ്മൾ ഒരു ഗ്ലോബലി പോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരമാണ് നമുക്ക് കിട്ടിയത്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരാണ് നമ്മൾ അറിയുന്നെങ്കിൽ നാളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വാസ് ലെവലില് ഗ്ലോബലി അറിയാൻ പോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയത്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ബിസിനസ് നമ്മൾ ഒറ്റയ്ക്കാണോ ചെയ്യേണ്ടത്? നമ്മൾ ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത്. ഈ ബിസിനസ് നമ്മൾ ഫാമിലി ഇൻവോൾവ് ചെയ്ത് ചെയ്യണം. ഒരു ഫാമിലി ആയിട്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ നേരത്ത് ആ ഫാമിലി ആയിട്ട് തന്നെ നമ്മൾ ഇവിടെയും വിഷ്വലൈസിങ് ചെയ്യണം. എന്റെ ഫാമിലിനെ ഇൻവോൾവ് ചെയ്ത ഒരു ബിസിനസ് ആണ് ഈ ഒരു ബിസിനസ്. എന്റെ പേര് പ്രവീഷ് കുമാർ, വൈഫിന്റെ പേര് റീഷ്മ. അതേപോലെ തന്നെ ഫാമിലി വൈഫ് ഈ ബിസിനസ്സിന് സീരിയസ് ആയിട്ട് ഏറ്റെടുത്തപ്പോഴാണ് മോൾ ഇതിനകത്ത് കണക്ട് ആയത്. അപ്പൊ കണക്ട് ചെയ്ത നേരത്ത് മോക്കും ഈ ഒരു ബിസിനസ് എനിക്ക് കൊടുക്കാൻ പറ്റി. അവളുടെ പേര് ഇഷിത പ്രവീഷ്. അപ്പൊ ഒരു ഫാമിലി ഓറിയന്റഡ് ബിസിനസ്സിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വന്നത്. എന്റെ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ് ഒരു മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് കയറുന്നിടത്ത് എന്റെ ക്വാളിഫിക്കേഷൻ ഒരു BA ഡിഗ്രിയാണ്. അപ്പം എവിടുന്നോ എങ്ങോട്ടേക്കാണ് പോയത് അല്ലെ, ഒരു മെഡിക്കൽ ആയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്. അതേപോലെ തന്നെ കുറെ ലാംഗ്വേജസ് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മൾ ഓരോ ഭാഷ നമ്മൾ പഠിക്കും. ആ ഭാഷ പഠിക്കാൻ ഉള്ള ഒരു ഭാഗമായിട്ട് കുറെ ലാംഗ്വേജസ് അറിയാൻ പറ്റിയിട്ടുണ്ട്. ഫാമിലിയിൽ മദറും വൈഫും ഡോക്ടറും അപ്പോൾ ഉള്ളത്. ഹോബീസ് പറയുന്നത് നല്ല ഒരു വെറൈറ്റി ഫുഡ് കഴിക്കണം, അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാക്കണം, ട്രാവലിംഗ് ചെയ്യണം. ഇതെല്ലാം നമുക്ക് നടക്കാൻ പോണ ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും വന്നത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലാണ്. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന മുമ്പേ ഒരു പ്രോഡക്റ്റ് യൂസർ ആയിട്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കയറിയത്. വൈഫിന് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. വെരിക്കോസ് വെയിനിന് കൊടുത്ത പ്രോഡക്റ്റ് ആണ് ഡെയിലി ഡിറ്റോക്സ്, മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, വെൽ ഹാർട്ട്. ഈ 3 പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അത് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാൻ നോക്കും. അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരു 1.5 കൊല്ലം വരെ ഞങ്ങൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോയത്. ഞങ്ങൾ ബിസിനസ് ആയിട്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ടില്ല. ഒരു 1.5 കൊല്ലം ആ ഒരു പ്രൊഡക്റ്റ് എവിടെയാണ് അസുഖങ്ങളുള്ളത് അത് തപ്പി പോയിട്ട് അവർക്ക് ഇത് കൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഫാദറിന് ഒരു ബ്രീതിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ആയുശ്വാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, കഫ്നിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ 95 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആവുന്നത്. യെസ്. അപ്പം പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും പറയുന്നുണ്ട് ഇന്ന് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്, അതേ മൈ ലൈഫിന്റെ എന്താണ് ഒരു ബ്ലഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന മുമ്പേ എന്നോട് എന്റെ ലീഡേഴ്സ് പറഞ്ഞത്, സാറേ ഇത് നിങ്ങൾ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണം. പക്ഷെ ഈ ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യണം, ഒരു ഹോം ഷോപ്പ് ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾ ഒരു 10 റുപ്യന്റെ ഒരു 10,000 റുപ്പീസിന്റെ ഫസ്റ്റ് ടേമിൽ ഒരു 10,000 റുപ്യന്റെ പ്രൊഡക്ട്സ് മേടിച്ചിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ അതിന് അപ്ഗ്രേഡ് ചെയ്ത് 25ലേക്ക് ആക്കി, പിന്നെ അതിന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു 50ലേക്ക് ആക്കി. സോ മാക്സിമം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50,000 റുപ്പീസ് ആണ്. അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 50,000 റുപ്പീസ് മതിയോ? നമ്മളോട് തന്നെ ചോദിക്കണം. 50,000 റുപ്പീസ് പോരാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. മിനിമം ഒരു ചെറിയൊരു പെട്ടിപ്പീടിയാണ് തുടങ്ങണമെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 3, 4, 5 ലക്ഷം റുപ്യ വേണം. ആ സ്ഥാനത്താണ് നമ്മളെ ലീഡേഴ്സ് പറയുന്നത്, സാർ 50,000 റുപ്പീസ് മതി, മാക്സിമം പോയിന്റ് ഒരു 1 lakh മതി, അതിന്റെ മുകളിലോട്ട് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അപ്പൊ ഞാൻ ചിന്തിച്ച എത്രയേ ഉള്ളൂ, ഈ ഒരു ബിസിനസ് ഞാൻ ചെയ്യണമെങ്കിൽ ഇത്ര ഒരു ഇൻവെസ്റ്റ്മെന്റ് മതി. അങ്ങനെ എനിക്ക് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് ഞാൻ ഏറ്റെടുത്ത്, എന്റെ ലീഡേഴ്സ് ആണ്, അപ്ലൈൻ ലീഡേഴ്സ് ആണ് ഇവിടെ എന്നെ കൊണ്ടുവന്ന വ്യക്തി സുനിൽ അരീക്കര. അതേപോലെ തന്നെ അപ്ലൈൻ ലീഡേഴ്സ് രാജേഷ് സാറുണ്ട്, അനീഷ് സാറുണ്ട്, ബാലകൃഷ്ണൻ സാറുണ്ട്, സുജിത് സാറുണ്ട്. ഇവരെല്ലാവരെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പല സ്റ്റേറ്റ്സിലേക്കും എന്റെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റിയത്. ഇന്ന് പല സ്റ്റേറ്റ്സിൽ എന്റെ ബിസിനസ് നടക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ എന്റെ സിസ്റ്ററാണ് ചെയ്യുന്നത്, കൊൽക്കത്തയിൽ എന്റെ ഫ്രണ്ടാണ് ചെയ്യുന്നത്, ഒറീസയിൽ എന്റെ ഫ്രണ്ടാണ് ചെയ്യുന്നത്, ഛത്തീസ്ഗഡിലുണ്ട്, ഉത്തർപ്രദേശിലുണ്ട്, ഡൽഹി ഉണ്ട്, ഈ മധ്യപ്രദേശ്, പല സ്ഥലത്തേക്ക് നമുക്ക് എന്റെ ബിസിനസ് വൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഇസ് ഗ്രോയിങ് ഫാസ്റ്റ്ലി. അപ്പം നമ്മൾ ഓരോരുത്തരും വന്നത് ഒരു ഇൻഡസ്ട്രി മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എനിക്ക് എന്താണ് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയത്, എനിക്ക് എൻ്റെ ടീമിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരിലേക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ടുപോകേണ്ടത്. ആ പ്രോസസ്സ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അറിയേണ്ടത് ടൈം ആൻഡ് മണി ഈസ് പ്രഷ്യസ് അല്ലെ, ദേ വെയിറ്റ് ഫോർ നോബഡി. ഈ പണവും പൈസയും ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. നമുക്ക് ഇന്ന് കിട്ടിയ ഒരു അവസരം നമ്മൾ മാക്സിമം യൂസ് ചെയ്യണമെങ്കിൽ ടൈം, മണി ഇത് രണ്ടും ഒരേപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്.
ആ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമുക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ ആ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശീലിപ്പിക്കാനുണ്ട്. അങ്ങനെ ചെയ്തപ്പോഴാണ് ഇന്ന് സോണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് കയറാൻ പറ്റിയത്. എന്റെ അച്ചീവ്മെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റാങ്കിലേക്ക് കയറുന്ന മുമ്പ് എവിടേക്കാണ് ഞാൻ അച്ചീവ് ചെയ്തത്, എവിടെയൊക്കെയാണ് ഞാൻ എന്താണ് അച്ചീവ് ചെയ്തത് അതറിയണം. അതറിയണമെങ്കിൽ നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറയുന്നുണ്ട്, ഈ വിഷ്വലൈസിങ് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ഒരു 10,000 ബ്രോൺസ് റാങ്കിൽ കിട്ടിയപ്പോൾ 1,200 കിട്ടി, സിൽവർ റാങ്കിൽ എത്തിയപ്പോൾ 3,000, സ്റ്റാറിൽ 6,000, റൂബിയിൽ 12,000, കോർഡിനേറ്ററിൽ 21,000, TCയിൽ 30,000, ATCയിൽ 60,000, DTCയിൽ 90,000, ZTCയിൽ 1,80,000. ഇനി അങ്ങോട്ടേക്ക് വരാൻ പോണ അടുത്ത റാങ്ക് ആണ്, അപ്കമിങ് റാങ്ക് ആണ് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസിംഗിലൂടെ ഞാൻ കണ്ടത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയ റാങ്കിൽ നമ്മൾ കയറാൻ നേരത്ത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ ആ എമൗണ്ട് വീണ്ടും 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 കൂടിയിട്ട് വലിയ റാങ്കിലേക്ക് എത്താൻ നേരത്ത് ആ റാങ്ക് ഇമ്പോർട്ടൻസ് വെച്ചായിട്ട് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ആയിട്ടുണ്ട്, നമ്മൾ ഗ്രോത്തിലേക്കാണ് പോണത്. അത് നമ്മൾ റാങ്ക് കൺസേൺസ് ആയിട്ട് നോക്കിയിട്ട് പോണം. ഓരോരോ റാങ്ക് വെക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാനാണ്. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം. സോ കീപ്പ് ഓൺ പ്രോഗ്രസിങ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറ്റേണ്ടത്. ആ ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് എത്തും. ആറ്റിറ്റ്യൂഡ് മാറ്റണമെങ്കിൽ ഒരു കോർ പ്രിൻസിപ്പിൾ ഓഫ് സക്സസ് നമ്മൾ പറയുന്നത് അല്ലെ, ഒരു കോർ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഇസ് നോട്ട് മൂവിങ് എ പ്രൊഡക്റ്റ്. നമ്മളെല്ലാവരും പറയുന്നത് പ്രൊഡക്റ്റ് നമ്മളെ ബ്ലഡ് ആണ്. കറക്റ്റ് ആണ്, പ്രൊഡക്റ്റ് നമ്മളെ ബ്ലഡ് ആണ്. പ്രൊഡക്റ്റോടെ നമ്മൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണം. പക്ഷേ ഈ പ്രൊഡക്റ്റ് മാത്രമല്ല ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. പ്രൊഡക്റ്റോടെ നമ്മൾ എന്താണ് ഒരു എക്സ്റ്റെൻഡ് വരെ വളരുള്ളൂ. പക്ഷെ നമുക്ക് നല്ലൊരു ഹൈറ്റ്സിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആൾക്കാരെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യണം. ഇറ്റ് ഈസ് അബൌട്ട് മൂവിങ് പീപ്പിൾ ടുവേർഡ് ദ സക്സസ്. വെൻ യു ഫോക്കസ് ഓൺ ബിൽഡിംഗ് ജെന്യൂൻ റിലേഷൻഷിപ്പ്, ട്രസ്റ്റ് ബിക്കംസ് കറൻസി ആൻഡ് ദ നാച്ചുറൽ വേ ഓഫ് ക്യാരി. അല്ലെ, നമ്മൾ ഈ ഒരു നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് പറഞ്ഞത്, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ നമ്മൾ റിലേഷൻഷിപ്പ് ആണ് ഫസ്റ്റ് ഉണ്ടാക്കേണ്ടത്. ആ റിലേഷൻഷിപ്പ് ട്രൂ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രമേ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് മുമ്പോട്ട് പോകുള്ളൂ. ആ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് സക്സസിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് വേണ്ടിയത് ആ ഒരു റിലേഷൻഷിപ്പ് ആണ്. സെക്കൻഡ് പറയുന്നത് ഹാർഡ് സെയിൽ ആണ്, നോട്ട് ഹാർഡ് സെയിൽ. നമ്മളെല്ലാവരും പറഞ്ഞിട്ടല്ലേ, നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ഒരു സെല്ലിംഗ് പ്രോസസ് കൂടിയാണ് നമ്മൾ വന്നത്. പക്ഷേ അവിടെ നമ്മൾ കാണിക്കേണ്ടത് നമ്മളെ ഹൃദയം അല്ലെ, ഹാർട്ടാണ് സെല് ചെയ്യുന്നത്. ബിക്കോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ ഒരു നല്ല മനസ്സിന്റെ ഉള്ള ഒരു വ്യക്തിയായി മാറണം. എന്നാലേ ആ ഒരു ബിസിനസ് നമ്മുടെ മുമ്പോട്ട് പോകുന്നു. ഇറ്റ് ഈസ് അബൌട്ട് ഹെൽപ്പിംഗ് പീപ്പിൾ സോൾവ് ദ പ്രോബ്ലംസ് ആണ്. ഇന്ന് പല ആൾക്കാരും ഈ പ്രോഡക്റ്റ് കൊണ്ട് സെല് ചെയ്യുമ്പോൾ അവർ ഒരു കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് കൊടുക്കാണ്ട് ഒരു പ്രോഡക്റ്റ് കൊടുത്തിട്ട് അവരെ എന്താണ് അന്നത്തെ സെയിൽ മാത്രം നോക്കും. പക്ഷെ ഒരു വ്യക്തിക്ക് അസുഖം മാറണമെങ്കിൽ നമുക്ക് കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് കൊടുക്കണം. ആ കോമ്പിനേഷൻ ഓഫ് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു രീതിയിൽ നമ്മൾ പോകണം. സോ നമ്മുടെ ഹാർട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. പെർസിസ്റ്റന്റ് ഓഫ് പെർഫെക്ഷൻ ആണ് അല്ലെ. എവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബിസിനസ്സിൽ റിജക്ഷൻസ് വരും. റിജക്ഷൻസ് വരണം. ബിക്കോസ് റിജക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യണം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സക്സസ് ഈസ് വാക്കിംഗ് ഫ്രം ഫെയിലിയേഴ്സ് ടു ഫെയിലിയർ ആണ്. ഓരോ ഫെയിലിയർ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ സക്സസിലേക്ക് എത്തിക്കുന്നത്. അതേപോലെ തന്നെ സെർവന്റ് ലീഡർഷിപ്പിലേക്കാണ് നമ്മൾ പോകേണ്ടത് അല്ലെ. നമ്മൾ ഈ പറയാൻ നേരത്തെ സെർവന്റ് ലീഡർഷിപ്പ് പറയുമ്പോൾ നമ്മൾ ഒരു വ്യക്തിനെ അതിനകത്ത് കൊണ്ടുവരാൻ നേരത്ത് അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇനീഷ്യലി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്രോസസ് കൂടെ പോകും അല്ലെ. നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള പ്രോസസ് നമ്മൾ ചെയ്യുന്നെങ്കിലും ആ ഹെൽപ്പിംഗ് പ്രോസസ് ആണ് നമ്മൾ സക്സസിലേക്ക് എത്തിക്കുന്നത്. ഒത്തന്റിസിറ്റി വിൻസ് ആണ് അല്ലെ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, നമ്മളൊരു ബ്രാൻഡായിട്ട് മാറണം. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് പറയുന്നതും ആ ഒരു ബ്രാൻഡ് തന്നെയാണ്. ഇന്ന് സുൽഫത്ത് മാഡം ഇന്നിവിടെ MC എടുക്കുന്നുണ്ടെങ്കിൽ സുൽഫത്ത് മാഡം MC ഇന്ന് ഈ ഒരു പ്രോസസ് കൂടെ ഇന്ന് സുൽഫത്ത് മാഡം MC എടുത്തത് അത് മാഡത്തിന്റെ ഒരു ബ്രാൻഡിങ് ആയിട്ട് മാറണം. നാളെ മാഡം വലിയൊരു സ്റ്റേജിലേക്ക് കയറിയിട്ട് MC-യും അതേപോലെ തന്നെ ഗസ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ബ്രീഫിംഗ് ആയിട്ടും മാറണം. അത് മാറണമെങ്കിൽ യു ഷുഡ് ഹാവ് എ ഒത്തന്റിക്, നമ്മളെ ഉള്ളിൽ ആ ഒരു കഴിവ് നമുക്ക് ഉണ്ട്, നമുക്കറിയണം. യു ഷുഡ് പാഷനേറ്റ്, നമുക്കൊരു പാഷൻ ഉണ്ടാവണം.
ഈ പാഷനും ഒത്തന്റിക് വരാൻ നേരത്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് കൂടെ പോവുക. ആ കൺസിസ്റ്റൻസി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഈ ഡെയിലി മോട്ടിവേഷൻ ആയിട്ട് നമ്മളെ സ്വയം നമ്മൾ പറയണം. നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. ഡോണ്ട് ഫൈൻഡ് കസ്റ്റമർ ഫോർ യുവർ പ്രോഡക്ട്സ് അല്ലെ. ഇതിന്റെ ഡെയിലി മോട്ടിവേഷൻ ഒരു കോട്ട് പറയുന്നത്, ഡോണ്ട് ഫൈൻഡ് കസ്റ്റമർ ഫോർ യുവർ പ്രോഡക്ട്സ്, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് യുവർ കസ്റ്റമർ അല്ലെ. നമ്മൾ ഒരു പ്രൊഡക്റ്റ്, നമ്മളൊരു കസ്റ്റമറിനെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കാണണം. അവർക്ക് പ്രൊഡക്റ്റ് കൊടുത്തു പോകേണ്ട പ്രോസസ് അല്ല നമ്മൾ പോകേണ്ടത്. ഡയറക്ട് സെല്ലിംഗ് ഇസ് നോട്ട് അബൌട്ട് സെല്ലിംഗ് പ്രോഡക്ട്സ്, ഇറ്റ് ഈസ് അബൌട്ട് സെല്ലിംഗ് പോസിബിലിറ്റീസ് ആണ്. പ്രൊഡക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി പോയിന്റ് ആണ്. ഒരു എൻട്രി, നമ്മൾ അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു എൻട്രി പോയിന്റ് ആണ് പ്രൊഡക്റ്റ്. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് എന്താണ് അവിടെ, അത് കൊടുക്കാൻ നേരത്താണ് അത് നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് മാറുന്നത്. ട്രീറ്റ് ഈച്ച് കസ്റ്റമർ ആസ് ദേ ആർ ദ ഓൺലി വൺ ഇൻ ദ വേൾഡ് അല്ലെ. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ ആണ് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരെ കൈപിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. വേറെ ഒരു ബിസിനസ്സിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ട്രഡീഷണൽ ബിസിനസ് നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് അല്ലെ. സ്വന്തമായിട്ട് ചെയ്യാം, നമ്മളെല്ലാം റെസ്പോൺസിബിലിറ്റി നമ്മളതാണ്. വെറേസ് ഈ ബിസിനസ്സിൽ നമ്മളെ കൂടെ വരുന്ന വ്യക്തിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബിസിനസ് സക്സസ്. സ്റ്റോപ്പ് സെല്ലിംഗ്, സ്റ്റാർട്ട് ഹെൽപ്പിംഗ്, ആ ഒരു മെന്റാലിറ്റി നമ്മൾ ഉണ്ടാക്കണം. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഈ ഒരു ബിസിനസ് നമുക്കൊരു വർക്ക് ലൈഫ് ആയിട്ടാണ് കാണണം അല്ലെ. ഇതൊരു വർക്ക് ആണ്, നമ്മളെ ലൈഫാണ് അല്ലെ. ലിവിങ് ഫോർ എവർ, നമ്മളെപ്പോഴും ഈ ഒരു ഭൂമിയിൽ നമ്മൾ ഇല്ലെങ്കിലും പക്ഷെ നമ്മളെ ആ ഒരു ലൈഫ്, നമ്മൾ സ്പെൻഡ് ചെയ്ത ലൈഫ് മറ്റവർക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് മാറണമെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോസസ്സ് കൂടെ പോകണം. സോ വർക്ക് ലൈഫ് ബാലൻസ് ആണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ, വർക്കും ഉണ്ട് ലൈഫും ഉണ്ട്. പക്ഷെ ഈ വർക്കും ലൈഫിന്റെ ഇടയ്ക്ക് നമുക്ക് കുറെ കാര്യങ്ങളുണ്ട്. ഫാമിലി ഉണ്ട്, സെൽഫ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, അംബിഷൻസ് ഉണ്ട്, കരിയർ ഉണ്ട്, കോച്ചിങ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, എംപ്ലോയ്മെന്റ് ഉണ്ട്, ഹാർമണി ഉണ്ട്. അടുത്ത സെഗ്മെന്റിൽ വരുന്നത് ഹെൽത്ത് ഉണ്ട്, ജോബ് ഉണ്ട്, ടൈം ഉണ്ട്, ലീഡർഷിപ്പ് ഉണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ഒക്യുപ്പേഷൻ ഉണ്ട്, സക്സസ് ഉണ്ട്, പ്ലാൻ ഉണ്ട്, സ്ട്രാറ്റജി ഉണ്ട്. ഈ പ്ലാൻ ആൻഡ് സ്ട്രാറ്റജീസ് ആണ് നമ്മളെ വർക്കിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓരോരോ കാര്യങ്ങളും നമ്മൾ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവും. സോ ലൈഫ് ഈസ് എ ജേർണി. ഒരു പ്രോസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ. നമ്മൾ ഈ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് എല്ലാ കാലവും നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കാനാണ്. ലിവ് ഇൻ ഫോർ എവർ, എല്ലാ കാലവും നമ്മൾ ഈ ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ ഒരു ബിസിനസ് നമ്മൾ സക്സസിലേക്ക് എത്തും. സോ ടുഡേ ഇൻ ആ സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ 3 കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ് താമസിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്ന 3 കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ആണ്. ഒന്ന് ലോ പ്രൊഫൈൽ പീപ്പിൾസ് ആണ്. ലോ പ്രൊഫൈൽ പീപ്പിൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്താണ്, കേരളത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഔട്ട്സൈഡ് ഓഫ് കേരള പോയ ഡൽഹി, കൽക്കട്ട, അതേപോലെ തന്നെ മുംബൈയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും സ്ലംസ് ഏരിയാസ് ഉണ്ട്. സ്ലം ഏരിയനകത്ത് അങ്ങനെ എല്ലാവരും കൂടി ചെറിയൊരു റൂമിന് ഒരു 10-15 ആൾക്കാരേക്കാണ് താമസിക്കുന്നത്. അങ്ങനത്തെ ഒരു ലിവിങ് ഉണ്ട് ഇന്ന് നമ്മൾ ഈ സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ലോ പ്രൊഫൈൽ ലിവിങ് ആണ്. സെക്കൻഡ് കാറ്റഗറി വരുന്നത് മിഡിൽ ക്ലാസ് ലിവിങ് ആണ് അല്ലെ. മിഡിൽ പ്രൊഫൈൽ ലിവിങ്സ് ആണ്. മിഡിൽ പ്രൊഫൈൽ ലിവിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫാമിലി ആയിട്ട് ഒതുങ്ങി കൂടി ഇങ്ങോട്ട് മുമ്പോട്ട് പോകും. അവർക്ക് വേറെ ഒന്നും കൺസേൺ ഇല്ല മറ്റവർക്ക് എങ്ങനെയാണ് പോകേണ്ടത് പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്ക് ആ ഏർണിങ്സ് അത്രയേ ഉള്ളൂ. അവർക്ക് മറ്റവരുടെ കാര്യത്തിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഹൈ പ്രൊഫൈൽ പീപ്പിൾ അല്ലെ. ഹൈ പ്രൊഫൈൽ പീപ്പിളിന്റെ ലിവിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾ നോക്ക്. അപ്പം ആ ലിവിങ് സ്റ്റാൻഡേർഡ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷൻ ഓഫ് പീപ്പിൾ നമ്മൾ ഇന്ന് സൊസൈറ്റിയിലുണ്ട്. ആ ഒരു കാറ്റഗറൈസേഷൻ ഓഫ് പീപ്പിൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നിട്ട് നമുക്ക് എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെ. ഇന്ന് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് വന്ന് മൈലേജ് സ്റ്റൈൽസ് അസോസിയേറ്റ് ചെയ്ത് ഈ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗിനകത്ത് എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ചിന്തിക്കേണ്ടത് ഇനി അങ്ങോട്ട് ഒരു 10 കൊല്ലം ഇതേ ഒരു പ്രോസസ്സിൽ ഈ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് പോവുകയാണെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ അല്ലെ. ഇവിടെ എന്താണ് സംഭവിക്കാൻ പോണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ, ഇത് മിഡിൽ ക്ലാസ് പീപ്പിൾ, അവർ ഈ ഒരു തന്നെ ലിവിങ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവൂല. ബിക്കോസ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലേഷൻസ് നമുക്ക് കിട്ടുന്ന നമുക്ക് എക്സ്പെൻസസ് ഒക്കെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് 2 കാറ്റഗറി ഓഫ് പീപ്പിൾ ഇന്ന് ഈ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുള്ളൂ. ഓൺലി ലോ ക്ലാസ് ആൻഡ് ഹൈ ക്ലാസ്. അപ്പൊ മിഡിൽ ക്ലാസ്സിനകത്ത് വിട്ടുപോകും.
ആ മിഡിൽ ക്ലാസ് വിട്ടു പോകാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? സോ വേർ വിൽ ദ മിഡിൽ ക്ലാസ് ഗോ? ഒന്നെങ്കിൽ ലോ പ്രൊഫൈലിലേക്ക് പോകും, അല്ലെങ്കിൽ ഹൈ പ്രൊഫൈലിലേക്ക് പോകും. ഈ രണ്ട് കാറ്റഗറിയിലേക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ സൊല്യൂഷൻസ് എന്താ കാണേണ്ടത്? ഈ മിഡിൽ ക്ലാസ്സിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താ സൊല്യൂഷൻ കാണേണ്ടത്? ആ സൊല്യൂഷന്റെ പേരാണ് ബിസിനസ്. നമ്മൾ ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടെ സക്സസ് ആവുള്ളൂ. ഓർ ഡു ഹൈ പ്രൊഫൈൽ ജോബ്. ഈ ഹൈ പ്രൊഫൈൽ ജോബ് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം, എന്നാലേ നമുക്ക് ഹൈ പ്രൊഫൈൽ ജോബ് കിട്ടുള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ബിസിനസ് ദെൻ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോളൂ, അങ്ങനെയാണെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റോടെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ ജോബായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ജോബ് പ്രൊഫൈലിലേക്ക് പോവുകയാണെങ്കിൽ, ആ ജോബ് പ്രൊഫൈൽ പറയുന്നത് ജോയിൻ അതേഴ്സ് ബിസിനസ് ആണ്. നമ്മുടെ സമയം മറ്റവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള 8 hours in a day നമ്മൾ മറ്റവർക്ക് കൊടുക്കുകയാണ്, ഒരു ചെറിയ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് നമുക്ക് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ജോബ് പ്രൊഫൈലിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് അതേപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ ബിസിനസ് ദെൻ ദർ ഈസ് ഓൺലി വൺ ഓപ്ഷൻ. ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഓപ്ഷൻ ഈസ് ഡയറക്ട് സെല്ലിംഗ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും വന്നത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലാണെങ്കിൽ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഇന്ന് നമ്പർ 1 നിൽക്കുന്ന കമ്പനിയുടെ പേരാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അപ്പം ഇന്ന് എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും, ഏകദേശം ഒരു 250-300 ആൾക്കാർ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരെല്ലാവരും മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത വ്യക്തികളാണ്. അപ്പൊ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത ഓരോ വ്യക്തികളും സക്സസ് എത്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നടക്കാൻ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സോ നൗ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എങ്ങനെ നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്ക് കയറി പോകേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലാണ് വന്നത്, മൈ ലൈഫ് സ്റ്റൈൽ ആയിട്ട് വന്നത്. അപ്പൊ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്താണ് നമ്മളൊന്ന് അറിയണം, അല്ലെ? It's a position as according to fast growing direct selling company in India, particularly known for its focus on health, wellness and personal care. നമ്മൾ ഓരോരുത്തരും വന്നതും ഹെൽത്ത്, വെൽനെസ്സും പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് ആയിട്ടാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് ഹെൽത്ത് ഇൻഡസ്ട്രിയാണ് നീ അങ്ങോട്ടേക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇൻഡസ്ട്രി ആവാൻ പോകുന്നത്. അതില് വെൽനെസ് പ്രൊഡക്റ്റ് ആണ് വളരെ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇതുവരെ അസുഖം വന്നിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് വളരെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഹിയർ ഈസ് വൈ പീപ്പിൾ ചൂസ് ജോയിൻ ഓർ ബൈ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. എന്തുകൊണ്ടാണ് ഇവർ നമ്മൾ ഈ മൈ ലൈഫ് സ്റ്റൈലായിട്ട് അസോസിയേറ്റഡ്? ഹൈ ക്വാളിറ്റി ട്രസ്റ്റഡ് പ്രോഡക്ട്സ് ആണുള്ളത്. ആ പ്രോഡക്ട്സിന്റെ ഡൈവേഴ്സിഫിക്കേഷൻസ് ഉണ്ട്, അല്ലെ? ഓരോരോ കാറ്റഗറൈസേഷൻസ് ഉണ്ട്. ന്യൂട്രീഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ ആഗ്രോ കെയർ ഉണ്ട്, ഹോം കെയർ ഉണ്ട്, പേഴ്സണൽ കെയർ ഉണ്ട്. ഇങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. ആയുഷ് സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സോ ഗവൺമെന്റ് വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കമ്പനി ആയിട്ടാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്ന ഒരു മൈലേജ് ഉണ്ട്. സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി പറയുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി, ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ്സിന് കൊണ്ടുപോകാം. ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആണെങ്കിൽ ലോ റിസ്ക് ബിസിനസ് ആണ്. നമുക്ക് ഇതിനകത്ത് റിസ്ക് ഇല്ല, അല്ലെ? ഫ്രീ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, രജിസ്ട്രേഷൻസ് ചാർജസ് ഇല്ല. അപ്പം ലോ ബിസിനസ്, നമ്മൾ ലോ റിസ്ക് ആണ്. നമ്മൾ ഒരു വ്യക്തി ഒരു 50,000 രൂപ ഇട്ടുണ്ടെങ്കിലും ആ 50,000 രൂപന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ വിറ്റുണ്ടെങ്കിൽ ഏകദേശം ഒരു 70,000-75,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ചിന്തിക്കണം, നമുക്കിവിടെ റിസ്ക് ഇല്ല, അല്ലെ? ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അൺലിമിറ്റഡ് ഇൻകം പൊട്ടൻഷ്യൽ ആണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് തീരുമാനിക്കുക നമുക്ക് എത്രയാണ് പൈസ വേണ്ടത്, എത്ര പൈസയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അവിടെ കുറെ ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റീസ്, കുറെ വെറൈറ്റീസ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വിജയിക്കാം. സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് ആണ്. ഒരു കമ്പനി നമുക്ക് ഇങ്ങനത്തെ സപ്പോർട്ടിങ് തരില്ല. ഓരോരോ സെക്ഷൻസ് നമുക്ക്, ഓരോരോ ട്രെയിനിങ് സെക്ഷൻസ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ ബിക്കോസ് നമുക്ക് അവിടെ ഒരു അക്കാഡമി ഉണ്ട്, ഹാർവേഡ് സക്സസ് അക്കാഡമി ഉണ്ട്. ആ ഒരു അക്കാഡമി ത്രൂ കുറെ പേർക്ക് ട്രെയിനിങ് കൊടുത്ത് ആ ട്രെയിനിങ് ആണ് വീണ്ടും പാസ് ചെയ്ത് മുമ്പോട്ട് പോകണേ. മൂന്നാമത്തെ പറയുന്നത് മാർക്കറ്റ് പൊസിഷൻസ് ആൻഡ് ട്രസ്റ്റ് ആണ്, അല്ലെ? ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇന്ന് മാർക്കറ്റിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ആ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. സ്ട്രോങ് പ്രസൻസ് ആണ്.
ഇന്ന് മാർക്കറ്റിൽ ഹാസ് എ സ്ട്രോങ് പ്രസൻസ് അല്ലെ, പെർട്ടിക്കുലർലി ഇൻ റൂറൽ ആൻഡ് ടൈഡ് 2-3 മാർക്കറ്റ് അല്ലെ. ഇന്ന് പല സ്റ്റേറ്റ്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ പല സ്റ്റേറ്റ്സിലും മൈലസ്റ്റോൾ മാർക്കറ്റിംഗിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് ഇതിനകത്ത് കിട്ടിയ ഒരു അവസരം. പീപ്പിൾ ചൂസ് മൈലസ്റ്റോൾ ബിക്കോസ് ഇറ്റ് ഓഫേഴ്സ് എ ലോ ബാരിയർ എൻട്രി അല്ലെ. നമുക്ക് എല്ലാവർക്കും ഒരു എന്റർപ്രോണർ ആയിട്ട് മാറാൻ പറ്റും. അതേപോലെ തന്നെ ആയുർവേദ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണുള്ളത്. ഹെൽത്ത് കോൺഷ്യസ് ട്രെൻഡ് അല്ല, നമ്മൾ കോൺഷ്യസ് ആയിട്ട് ട്രെൻഡ് ഇൻ ഇന്ത്യ അല്ലെ. നമുക്ക് അങ്ങനത്തെ കുറെ തന്നെ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഈ ഒരു മൈലസ്റ്റോൾ മാർക്കറ്റിംഗ് ആയിട്ട് കമ്പനി ആയിട്ട് നമുക്ക് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. മൈലസ്റ്റോൾ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീന്റെ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് സക്സസിലേക്ക് എത്തുക. നമുക്കൊരു ഡെയിലി ആക്ടിവിറ്റി പ്ലാനർ നമ്മൾ ഉണ്ടാക്കണം, ഒരു ഡെയിലി ആക്ടിവിറ്റി പ്ലാനർ. ബിക്കോസ് ആ ഡെയിലി ആക്ടിവിറ്റി പ്ലാനറിലാണ് നമ്മൾ വരാൻ പോണത്. സിസ്റ്റം ആണ്, ഒരു സിസ്റ്റം ഡ്രിവൻ ബിസിനസ് ആണ്. ആ സിസ്റ്റമായിട്ട് നമ്മൾ പോകണം. ഇവിടെ നമുക്ക് ലീഡേഴ്സ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ആ സിസ്റ്റം ഡ്രിവൻ ബിസിനസ് ആയതുകൊണ്ട് അതിന് ബിൽഡിംഗ് എ കൺസിസ്റ്റൻസി, ഒരു പ്രോസസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഡിസിപ്ലിൻ ആയിട്ട് അത് ഡിസിപ്ലിൻ നമ്മൾ ഹാബിറ്റ് ആയിട്ട് മാറ്റണം. ലീഡ്സ് ടു ദ ഹാബിറ്റ്, നല്ലൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ഹാബിറ്റ് ലീഡ്സ് ടു കൺസിസ്റ്റൻസി അല്ലെ, കൺസിസ്റ്റൻസി ലീഡ്സ് ടു ഗ്രോത്ത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഡിസിപ്ലിൻഡ് ആയിട്ടും അതേപോലെ തന്നെ നല്ല ഹാബിറ്റോടെ നമ്മൾ ഈ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഗ്രോത്ത് കാണാൻ പറ്റും. ബിൽഡിംഗ് ലീഡേഴ്സ് ആണ് അല്ലെ. ഇന്ന് നമുക്ക് ഓരോ വ്യക്തികളും ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന വ്യക്തികൾ ലീഡറായിട്ട് മാറുന്നുണ്ട്. സോ അവർ ബിൽഡിംഗ് ലീഡർഷിപ്പ് ആണ്. ഗ്രേറ്റ് ലീഡർഷിപ്പ് ബിൽഡ് ട്രസ്റ്റ് ആണ്. ഒരു ട്രസ്റ്റിന്റെ മുകളിലാണ് ഈ ഒരു സംഭവം പോണത്. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. എന്ത് പർപ്പസ് ആയാലും നമ്മൾ ഇന്ന് കമ്മിറ്റഡ് ആയിരിക്കണം അല്ലെ. നമ്മൾ വന്നത് ഒരു പ്രോസസ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ആ കമ്മിറ്റേഷൻ നമ്മൾ ഇതിനകത്ത് കാണിക്കണം. അതേപോലെ തന്നെ നല്ല ഇൻകം തരുന്ന ഒരു കമ്പനിയാണ് അല്ലെ. ഇന്ന് നമ്മൾ ഒരു വ്യക്തി ബിസിനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഫ്രൈഡേ നമ്മളെ ബിസിനസ് ക്ലോസ് ആവാൻ നേരത്ത് ബൈ വെനസ്ഡേ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ടെങ്കിൽ അതും ഒരു സിസ്റ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. എന്താണ് നമ്മൾ ബിസിനസ്, എന്താണ് നമ്മൾ ചെയ്തത്, അതിനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇൻകം കിട്ടും. അതേപോലെ തന്നെ പാസീവ് ഇൻകം ആണ്. ഇന്ന് നമ്മൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നാളെ നമ്മൾ ഇല്ലെങ്കിലും അല്ലെ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ട് നമുക്ക് കിടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു പാസീവ് ഇൻകം നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ട് ഇൻവോൾവ്സ് എ ക്രിയേറ്റിംഗ് ബൈയിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് അല്ലെ. അതിൻ്റെ അത് പറയുന്നത് വൈ ഡെയിലി ആക്ടിവിറ്റീസ് മാറ്റേഴ്സ് അല്ലെ. ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് പറയുന്നതെങ്കിൽ ഇത് നമ്മുടെ ബിസിനസ് ആയിട്ട് നമ്മൾ കാണണം. നമ്മളെ ബിസിനസ് ആയിട്ട് കാണുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ ഏറ്റെടുക്കുള്ളൂ. സോ ഡയറക്ട് സെല്ലിംഗ് ഇസ് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻകം. നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോരോ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ നേരത്താണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. ഈ ആക്ടിവിറ്റി എങ്ങനെയാ വരുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രസന്റേഷൻ, നമ്മളെ ക്ലോസിംഗ് സ്കിൽ, ഇത് രണ്ടെണ്ണം വരാൻ നേരത്താണ് നമുക്ക് ഇൻകം വരുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. കൺസിസ്റ്റന്റി ക്രിയേറ്റ്സ് ഡ്യൂപ്ലിക്കേഷൻസ് ആണ്. ഇന്ന് ലീഡേഴ്സ് എന്താ ചെയ്തത് അതിനെ ജസ്റ്റ് ഫോളോ ചെയ്ത് പോവുക. അത് അതേപോലെ തന്നെ അവർ ചെയ്ത കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിനകത്ത് വിജയിക്കാൻ പറ്റും. ഇതിനകത്ത് കോട്ട് പറയുന്നത് സ്മോൾ ഡെയിലി ആക്ഷൻ ക്രിയേറ്റ്സ് എ ബിഗ് മന്ത്ലി റിസൾട്ട്സ് ആണ് അല്ലെ. ഓരോരോ ചെറിയ എഫേർട്ട് നമ്മൾ എടുക്കുന്നത്, ഓരോരോ ചെറിയ ആക്ഷൻ നമ്മൾ എടുക്കുന്നത് നാളെ നമുക്ക് ഒരു ഇൻകം ആയിട്ട് ഇവിടെ കിട്ടും. അപ്പൊ നമ്മളെ ആ ഒരു പ്രോസസ് കൂടെ പോകുമ്പോൾ തന്നെ 4 ടൈപ്പ് ഓഫ് ഇൻകംസ് ആക്ടിവിറ്റീസ്, 4 ഇൻകം ആക്ടിവിറ്റീസ് വരുന്നത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് വരുന്ന പ്രോസ്പെക്ടിങ് ആണ് അല്ലെ. പ്രോസ്പെക്ട് ചെയ്യണം. ആർക്കാ നമ്മൾ ഈ ബിസിനസ് കൊടുക്കേണ്ടത്? ഈ പ്രോസ്പെക്ടിങ്ങിനകത്ത് വരുന്നത് കുറെ കസ്റ്റമേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ചിലർ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യും, ചിലർ നമുക്ക് ബിസിനസ് ആയിട്ട് ചിന്തിക്കും, പക്ഷെ നമ്മളെ കൂടെ വരില്ല. പക്ഷെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ പ്രോസ്പെക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ അട്രാക്ട് ചെയ്യണം അല്ലെ. നമ്മൾ അവരെ അട്രാക്ട് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളെ ആ ഒരു വിസിറ്റ്, നമ്മളെ ഒരു ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോസ്പെക്ടിനെ നമ്മൾ വിസിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ അപ്പിയറൻസ്, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മൾ സംസാരിക്കുന്നതും ഇതെല്ലാം അവരെ അട്രാക്ട് ചെയ്യും. രണ്ടാമത്തെ ഘട്ടം വരുന്നത് ക്യാപ്ചർ ആണ് അല്ലെ. ആ അട്രാക്ട് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പ്രോസസ് കൂടെ പോകും. ആ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് വരും. ഈ കൺവേർഷൻ വരാൻ നേരത്താണ് നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കുക, നമ്മൾ പറയുന്നത് അവർ കേൾക്കുക, പിന്നെ ഉള്ള റീറ്റെയിനിങ് ആണ് അല്ലെ. ഒരു ഘട്ടം വരാൻ നേരത്ത് ചില ആൾക്കാർ അത് വിട്ടുപോകും.
എന്തുകൊണ്ടാണ് വിട്ടുപോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ നോക്കുന്നുണ്ടാവില്ല. നോക്കണ പ്രോസസ്സ് കൂടിയാണ്. അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാം. രണ്ടാമത്തെ പറയുന്നത് പ്രസന്റിങ് ആണ്. നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്യുന്നത്? നമ്മൾ ഒരു റീറ്റെയിൽ ബിസിനസ് ആയിട്ട് നമുക്ക് ഇത് തുടക്കത്തിൽ കാണാം. നമുക്ക് എല്ലാവർക്കും അറിയാം, തുടക്കത്തിൽ വരാൻ നേരത്ത് റീറ്റെയിലിംഗ് നമ്മൾ ചെയ്യാൻ നേരത്ത് ആ റീറ്റെയിലിംഗ് ത്രൂ നമുക്ക് പ്രൊഡക്റ്റ് അവയർനെസ് കിട്ടും. അപ്പൊ റീറ്റെയിലിംഗ് പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 10-60%. വേറെ ഓരോരോ പ്രൊഡക്റ്റിന് മുകളിൽ ബേസ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് രണ്ടാമത്തെ വരുന്നത് സെയിൽ ടേൺ ഓവർ ബോണസ് ആണ്. അല്ല, നമ്മൾ ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ നേരത്ത്, ഒരു ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി വന്ന് മറ്റേ ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി വരാൻ നേരത്ത് അവർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കൂടെ നമുക്ക് ഇവിടെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസ് ബോണസ് ആണ് അല്ലെ. കമ്പനി വെച്ച് കുറെ ഇൻകം മോഡ് നമ്മുടെ മുമ്പിലുണ്ട്. റാങ്ക് ഇൻകം ഉണ്ട്, അതേപോലെ തന്നെ ലോയൽറ്റി ബോണസ് ഉണ്ട്. ഇതിനകത്തെല്ലാം ഉണ്ടെങ്കിലും ഇതിനകത്ത് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഇല്ല. സോ ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ അവരോട് പ്രസന്റ് ചെയ്യാൻ നേരത്ത് ആ പ്രസന്റേഷൻ സ്കില്ലോടെ നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ക്യാരി ഫോർവേഡ് ബിസിനസ് ആണ്. എന്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 5 പൈസ നമ്മളെ കയ്യിൽ പോവില്ല. അത് നമുക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് മുമ്പോട്ട് കിട്ടും. അതേപോലെ തന്നെ നോമിനേഷൻ ഫെസിലിറ്റീസ് ആണ്. ഇന്ന് നമ്മളൊരു ബിസിനസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ നാളെ നമ്മൾ ബിസിനസ് ഇല്ലെങ്കിലും ഈ ഒരു ഫെസിലിറ്റീസ് നമുക്ക് നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു ഫാമിലി ഓറിയന്റഡ് ബിസിനസ് ആണ്. ഫാമിലി ആയിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്യണം. മൂന്നാമത്തെ പറയുന്നത് ഫോളോയിങ് അപ്പ് ആണ്. നമ്മളെല്ലാവരും ഈ ഒരു പ്രോസസ്സിലാണ് പല ആൾക്കാരും നിന്ന് പോണത്. നമ്മൾ കാണണം അല്ലെ, ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു കസ്റ്റമറെ, ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറെ നമ്മൾ കണ്ടെത്തുമ്പോൾ ആ പൊട്ടൻഷ്യൽ കസ്റ്റമറിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളത് അത് തിരിച്ചറിയണമെങ്കിൽ ആ ഇനീഷ്യൽ പ്രസന്റേഷനും അത് ക്ലോസിംഗ് സ്കിൽസ് ഒക്കെ നമുക്ക് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു കസ്റ്റമർ സർവീസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണണം. ബിക്കോസ് നമ്മൾ വന്ന ഒരു സർവീസ് ഇൻഡസ്ട്രിയിലാണ്. ആ സർവീസ് ഇൻഡസ്ട്രിയിൽ നമ്മൾ അവരായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കണം, എപ്പോഴും നമുക്ക് സർവീസ് കൊടുത്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ആ സർവീസ് തന്നെയാണ് അവർ പഠിക്കുന്നതും. നാളെ അവരും അതേപോലെ തന്നെ അവരുടെ ബിസിനസ്സിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഇഫ് യു മിസ് എനി വൺ ഇൻകം ലോസ് അല്ലെ. ഈ കാര്യങ്ങളില്ലാത്ത ഏതെങ്കിലും ഒന്നും നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഇൻകം കുറഞ്ഞു പോകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ, ആ ഇൻകം കുറയാത്ത രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം. അതിന് ചെയ്യേണ്ടത് ഒരു മോർണിംഗ് സക്സസ് റുട്ടീൻ ഉണ്ട് അല്ലെ. നമ്മൾ ദിവസം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഒരു 20 മിനിറ്റ്സ് നമുക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ആ പേഴ്സണൽ ഡെവലപ്മെന്റ് പല സംഭവങ്ങളും നമുക്ക് വരുന്നുണ്ട് അല്ലെ. നമ്മുടെ വീക്ക്നെസ്സസ്, നമ്മുടെ സ്ട്രെങ്ത്, നമുക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, അത് ഒരു ഹൈ ലെവൽ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നമ്മൾ കിട്ടിയത്. അത് എങ്ങനെ നമ്മൾ ഡെവലപ്പ് കൊണ്ടുപോകണം, അതിന്റെ ഒരു പ്രോസസ്സ് നമ്മളൊന്ന് പഠിക്കാനുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമ്മൾ കാണണം. ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ മുമ്പിൽ ഉണ്ടാവണം അല്ലെ. ഇന്ന് ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാവണം. പുതിയ ലാംഗ്വേജസ് നമ്മൾ പഠിക്കണം. നമ്മളെ പബ്ലിക് സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ന് നമ്മൾ അസോസിയേറ്റ് ചെയ്തത്. അതിന് കറക്റ്റ് ആയിട്ട് നമ്മളത് ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്കും ഈ ഒരു ബിസിനസ് സക്സസ്, ഒരു സ്പെസിഫിക് സ്റ്റെപ്പ് നമ്മൾ വെച്ചിട്ട് മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ മോണിറ്റർ ചെയ്യണം. ഓരോരോ പ്രോസസ്സ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. മോണിറ്റർ ചെയ്യാൻ നേരത്താണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എവിടെയാണ് നമ്മൾ ലാഗായി പോണത്. മോണിറ്ററിങ് ചെയ്യാൻ നേരത്ത് ആ ലാഗ്നെസ് എന്താണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. ഓരോ സിറ്റുവേഷൻ വരാൻ നേരത്ത് അത് സെലിബ്രേറ്റ് ചെയ്യണം. റിവ്യൂസ് ദ ഗോൾ. നമുക്ക് ഓരോരോ ഗോൾസ് വെച്ചിട്ട് മുമ്പോട്ട് പോകണം അല്ലെ. ഓരോരോ ഗോൾ നമുക്ക് നമ്മളെ മുമ്പിൽ ഉണ്ടാവണം. ആ ലിസ്റ്റ് ഓഫ് ഗോൾസ് നമ്മളെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഗോൾസ് ആയിരിക്കണം. ആ ലിസ്റ്റ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം അല്ലെ. അത് എഴുതി വെക്കണം. ബിക്കോസ് ഗോൾസ് നമ്മൾ മനസ്സിലല്ല വെക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ എപ്പോഴും ദിവസം എടുത്ത് നോക്കാൻ നേരത്ത് നമുക്ക് കാണാൻ പറ്റണം, യെസ് എന്റെ ഗോൾസ് ഇതാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അത് അതേപോലെ തന്നെ പോവുകയാണെങ്കിൽ ഒരു 21 ദിവസം നമ്മൾ ഈ ഒരു സിസ്റ്റം എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതൊരു ഹാബിറ്റായി മാറും. ആ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ ഓരോരുത്തരും വരണം. ആ ഹാബിറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒരു ബിഗ് മൈൽ സ്റ്റോൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പ്രാക്ടീസ് പ്രൊഡക്റ്റ് സ്റ്റോറി അല്ലെ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഈ ഒരു ബിസിനസ് നമ്മൾ വന്നത് നമ്മളെ ബിസിനസ് ആയിട്ട് കാണണമെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കുക അല്ലെ. പഠിക്കുന്ന പ്രോസസ് കൂടെ പോകാൻ നേരത്താണ് നമ്മൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവുന്നത്. ടോക്ക് യുവർ അപ്ലൈൻ, വിഷ്വലൈസ് ദ സജഷൻസ് അല്ലെ. എപ്പോഴും നമ്മൾ അപ്ലൈനായിട്ട് കണക്ട് ചെയ്തിരിക്കണം. എപ്പോഴും നമ്മൾ അപ്ലൈനോട് പറയണം, സർ എന്റെ ഗോൾസ് ഇതാണ്,
എനിക്ക് ഈ ഗോൾസിൽ എത്താൻ വേണ്ടിയിട്ട് എന്റെ റോഡ് ബ്ലോക്സ് എന്താണ്, ഞാൻ എവിടെയാണ് ഞാൻ ബ്ലോക്ക് ആവുന്നത്, എന്താണ് ഞാൻ അടുത്ത് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മളെ ലീഡേഴ്സ് ആയിട്ട് നമ്മൾ അപ്ലൈൻ ആയിട്ട് എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മളെ ബ്ലോക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രോസസ് കൂടെ ഒരു പ്രോഗ്രസ് ട്രാക്കിംഗ് ഡാഷ്ബോർഡ് നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. ആ പ്രോസ്പെക്റ്റും പ്രസന്റേഷനും സൈനപ്പ് ഒക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 1 പേജ് പ്ലാൻ ആണ് നമ്മൾ പറയേണ്ടത് അല്ലെ. ഒരു 1 പേജ് പ്ലാനിനകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു മന്ത്ലി വീക്ക്ലി ഗോൾ നമ്മൾ എഴുതി വെക്കണം. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണം. ഇതിന്റെ ടൈം ഐക്കൺസ് പറയുന്നത് ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള സംഭവം പറയേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്കിനകത്ത് നമ്മൾ ടാർഗറ്റ് ഉണ്ടാവണം. എന്ത് പ്രോഡക്റ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ ഫോൺ നമ്പേഴ്സ് ഉണ്ടാവണം. ഇതേപോലെ തന്നെ ടാഗ് വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ സക്സസ്സിൽ പെട്ടെന്ന് എത്തും. അതിന് ഡെയിലി പ്രോസ്പെക്ടിങ് ടാർഗറ്റ് ഉണ്ട്. ആ ഡെയിലി പ്രോസ്പെക്ടിങ് ടാർഗറ്റ്സിൽ നമ്മൾ നോക്കേണ്ടത് ഒരു ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 10 പുതിയ കോൺടാക്ട്സിനെ കാണണം, ഒരു 10 ഇൻവിറ്റേഷൻസ് കൊടുക്കണം, ഒരു 5 കോൾസ് നമ്മൾ ഡെയിലി ചെയ്യണം, ഒരു 5 ഫോളോ അപ്പ് നമ്മൾ എപ്പോഴും ചെയ്യണം. ഇത് കറക്റ്റ് ആയിട്ട് ഡെയിലി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ ഒരു ഫോർമുല നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് പോകണം. എന്നാലേ നമ്മൾ സക്സസ്. അതേപോലെ തന്നെ പ്രസന്റേഷൻ. നമ്മളിന്ന് വന്നത് ഒരു ഷോ ബിസിനസ് ആണ് അല്ലെ. ഈ ഒരു ഷോ ബിസിനസ്സിനകത്ത് നമ്മളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് വേണ്ടത്. നമ്മൾ എന്താണ് പ്രസന്റ് ചെയ്യുന്നത് അത് മറ്റവർക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ പറ്റണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഓരോ ദിവസം നമ്മൾ കൊടുക്കുന്ന പ്രസന്റേഷൻസ്, ആ പ്രസന്റേഷൻസ് കറക്റ്റ് ആണോ ഇല്ലേ നമ്മൾ നോക്കണം. അതേപോലെ തന്നെ ഓരോ ദിവസം നമ്മൾ കൊടുക്കുന്ന ഓൺലൈൻ ഹോം മീറ്റിംഗ്, ഇത് ഹോം മീറ്റിംഗ്, ഓൺലൈൻ മീറ്റിംഗ്, ഇതെല്ലാം നമ്മൾ ചെയ്തു പോകണം. ബിക്കോസ് ഇവിടെ ഞാനിപ്പോ ഓൺലൈൻ മീറ്റിംഗ് പറയാനുള്ള റീസൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാനിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അസോസിയേറ്റ് ഡൽഹിയിൽ ഉണ്ടെങ്കിൽ എനിക്ക് അവനായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഓൺലൈൻ മീറ്റിംഗ് ത്രൂ പോകണം. ഇന്നിപ്പോ നമ്മളിപ്പോ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതും ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ്. അപ്പം ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് എങ്ങനെ എടുക്കണം അതൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ഓൾവേസ് ഫിക്സ് ദ ഫോളോ അപ്പ് ഡേറ്റ് അല്ലെ. എപ്പോഴും നമ്മളൊരു ഫോളോ അപ്പ് ഡേറ്റ് നമ്മൾ എപ്പോഴും ഫിക്സ് ചെയ്ത് വെക്കണം. ഈ സിമ്പിൾ പ്രോസസ് നമ്മൾ പോവുകയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫിക് പറയുന്നത് ഇൻവൈറ്റ്, ഷോ ദ പ്ലാൻ, ക്ലോസ് ദ പ്ലാൻ, ഫോളോ അപ്പ്. ഈ 3 പ്രോസസ്സ് പോവുകയാണെങ്കിൽ നമ്മളിവിടെ സക്സസ്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ സിസ്റ്റം. നമ്മൾ എല്ലാവരും ഇന്ന് വന്ന ഈ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്. നീ അങ്ങോട്ടേക്ക് യങ്ങർ ലോട്ട്സ് അല്ലെ, ന്യൂജൻസ് ഇത് സോഷ്യൽ മീഡിയ ആയിട്ടാണ് കൊണ്ടുപോകാൻ പോണത്. അപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആ സോഷ്യൽ മീഡിയയിൽ അത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫ്ലാഷ് ഔട്ട് ചെയ്യണം. ഒരു പ്രോഡക്റ്റ് നമ്മൾ എപ്പോഴും നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് വരുന്നതോ അതിലൊക്കെ നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഓരോ ദിവസം കൊടുക്കണം. 5 ന്യൂ കൺവേർസേഷൻസ് നമ്മൾ അവിടെ ഷെയർ ചെയ്യണം. ഓരോരോ ദിവസം നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന കൺവേർസേഷൻ നമുക്ക് ടോക്ക് വരുന്നത് അവിടെ ഷെയർ ചെയ്യണം. ഡെയിലി സ്റ്റോറി അപ്ഡേറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് ഈ ഒരു ബിസിനസ് ഒരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് കൊണ്ടുപോകേണ്ട ഒരു ബിസിനസ് ആണ്. അപ്പം പോസ്റ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ഓൺലി പ്രൊമോഷൻ. നമ്മൾ പോസ്റ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊമോഷന്റെ വാല്യൂ വരുന്നത് അല്ലെ. അപ്പം അതേപോലെ തന്നെ കസ്റ്റമർ റിട്ടൻഷൻ സിസ്റ്റം ആണ് അല്ലെ. കസ്റ്റമർ റിട്ടൻഷൻ സിസ്റ്റം ആണ്. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ആണ്. നമ്മളൊരു കസ്റ്റമർ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ആ കസ്റ്റമറിനെ എങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തണം അത് നമ്മൾ നോക്കേണ്ടത്. അതിനകത്ത് ഏറ്റവും വാല്യൂബിൾ ആയിട്ടാണ് ഡെലിവറി കൺഫർമേഷൻസ് ആണ് അല്ലെ. ഓരോരോ പ്രോസസ് നമ്മൾ പോകാൻ നേരത്തും നമ്മൾ കറക്റ്റ് സമയത്താണ് നമ്മൾ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്, കറക്റ്റ് സമയത്താണ് നമ്മൾ ഓരോരോ പ്ലാൻ കൊടുക്കുന്നത്, കറക്റ്റ് സമയത്താണ് നമ്മൾ അവരെ ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കറക്റ്റ് സമയത്ത് കൊണ്ടുപോകുമ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു. സോ ഫീഡ്ബാക്ക് കളക്ഷൻ ആണ് അല്ലെ. എപ്പോഴും നമ്മൾ ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വ്യക്തിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വരെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളിന് അറിയണമെങ്കിൽ അവർ നമ്മളായിട്ട് ഓപ്പൺ ആവണമെങ്കിൽ അവരോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡപ്പ്. റിപ്പീറ്റ് ദ ഓർഡർ. എപ്പോഴും നമ്മൾ ഈ ഒരു പ്രോസസ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. സോ റിമൈൻഡർ കസ്റ്റമേഴ്സ് റിട്ടൻഷൻ ഈസ് ഈക്വൽ ടു സ്റ്റേബിൾ ഇൻകം. ഈ കസ്റ്റമറിനെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഇൻകം കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഡെയിലി സ്കോർ കാർഡ് പറയുന്നതും ഇത്ര തന്നെയാണ്. ഡെയിലി നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഓരോരോ ആക്ടിവിറ്റീസ് നമ്മൾ കാണുന്നത് 10 ഒരു പുതിയ കോൺടാക്റ്റിൽ നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഞാൻ ഒരു 5 കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ സ്കോർ കൊടുക്കുക 5. അതേപോലെ തന്നെ പ്രസന്റേഷൻ ഞാൻ 3 എണ്ണം കൊടുക്കുകയാണെങ്കിൽ ഞാൻ 3 എണ്ണമാണ് ടാർഗറ്റ് വെച്ച് പോകണമെങ്കിൽ എത്ര ഞാൻ കൊടുക്കേണ്ടത് ഇത് നിങ്ങൾ എഴുതി വെക്കണം.
ഇത് നിങ്ങൾ എഴുതി വെക്കമാണ്, നിങ്ങൾ അത് ഡെയിലി ആയിട്ട് അത് ചെയ്യാനുള്ള ഒരു മൈൻഡ് വരുള്ളൂ. ഫോളോ അപ്പ്, ഞാൻ എത്ര ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്കോർ നമ്മൾ എഴുതി വെക്കണം. ക്ലോസിങ്, എത്ര ക്ലോസിങ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് എഴുതി വെക്കണം. ഇത് നമ്മുടെ ഡെയിലി സ്കോർ കാർഡ് ആയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കണം കേട്ടോ. അതേപോലെ തന്നെ ആസ്ക് യുവർ സെൽഫ്, എന്താണ് നമ്മൾ ഈ ഒരു ബിസിനസിന്റെ അകത്ത് എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ഒരു ഡേ നമുക്ക് എങ്ങനെയാണ് ഫ്രൂട്ട്ഫുൾ ആവുന്നത്. ഇഫ് യു ഹാവ് ഡൺ നത്തിങ് ഫോർ ദ ഡേ, ദെൻ ഒരു ദിവസം നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നോ വർക്ക്, നോ ഇൻകം, നോ സക്സസ്, അല്ലെ? ഒരു ദിവസം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ഒരു സക്സസോ ഒരു ഇൻകം നമുക്ക് കിട്ടും. എൻഡ് ഓഫ് ദ ഡേ എൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഡിഡ് ഐ ഡിസേർവ് ദ സക്സസ് ടുഡേ, അല്ലെ? എന്ന് ഞങ്ങൾക്ക് ആ സക്സസ് കിട്ടിയിട്ടുണ്ടല്ലോ. നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കണം, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇന്നത്തെ ദിവസം വെറുതെ ആയില്ലേ? സോ ഇഫ് യെസ്, ദെൻ ഇറ്റ് ഇസ് ഓക്കെ. ഇഫ് നോ, ദെൻ ടേക്ക് എ യു ടേൺ. എന്താണ് നമ്മൾ എവിടെയാണ് ലാഗ് ആയി പോയത്, അത് വീണ്ടും നമ്മൾ യു ടേൺ എടുത്ത് വന്നിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ ഗോൾഡൻ റൂൾസ് പറയുന്നത് 0 days യു ഷുഡ് ഹാവ് ഇൻകം എവറി ഡേ, അല്ലെ? ഒരു 0 day ഉണ്ടാവാൻ പാടില്ല. ഓരോ ദിവസം നമുക്ക് ഇൻകം ഉണ്ടാക്കേണ്ട ഡേ ആണ്. ഈവൻ ഇഫ് യു ഫീൽ ലോ, ഡു ദ ആക്ടിവിറ്റീസ്. ഇന്ന് നമ്മൾ പലർക്കും പറയണ്ടല്ലോ, നമുക്ക് സുഖമില്ലാണ്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് തന്നെയാണ് നമ്മളെ ഈ ബിസിനസ്സിൽ സക്സസ് എത്തിക്കുന്നത്. അപ്പൊ കൺസിസ്റ്റൻസി ആണ് നമ്മൾ പറയുന്നത്. കൺസിസ്റ്റൻസി ഈസ് ഈക്വൽ ടു മോട്ടിവേഷൻ ആണ്. ഓരോ കൺസിസ്റ്റന്റ് എഫേർട്ട് ഇട്ടാൻ നേരത്താണ് നമുക്ക് ആ മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു എൻഗ്രാഫ് ആണ്. എൻഗ്രാഫിനകത്ത് പറയുന്നത് എഫേർട്ട് ഉണ്ട്, ഇൻകം ഉണ്ട്, അല്ലെ? ഓരോ റാങ്ക് ബേസ് വെച്ചിട്ടായിക്കാണ് ഈ എൻഗ്രാഫ് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടത്. ഒരു തുടക്കക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അയാൾക്ക് ഇൻകം അത്ര കിട്ടുന്നില്ല, കുറച്ചേ ഇൻകം കിട്ടുള്ളൂ, അല്ലെ? ആ ഇൻകം കിട്ടുന്ന ഒരു റാങ്കിലേക്ക് നമ്മൾ പോകുന്നിടത്ത് നമ്മളെ റാങ്ക് വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ബ്രോൺസും സിൽവേഴ്സും ആണ് ആ സ്റ്റാർട്ടപ്പിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ലോ ഇൻകം ആണ് കിട്ടുക. ഫസ്റ്റ് സ്റ്റേജ് വരുന്നത് നമുക്ക് ചെറിയ ഒരു സ്റ്റാർ, റൂബി ആൻഡ് കോർഡിനേറ്റർ റാങ്കിൽ എത്താൻ നേരത്ത് നമുക്ക് കുറച്ച് ഇൻകം കൂട്ടി കിട്ടും. ലെസ് ഇൻകം ആണെങ്കിൽ ഓരോ സ്റ്റേജിൽ. സെക്കൻഡ് സ്റ്റേജ് വരാൻ നേരത്ത് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. അവിടെ വരുന്ന TC, ATC റാങ്കിലേക്ക് എത്താൻ നേരത്ത് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് വരും, ഒരു ഫ്യൂ ഇൻകം നമുക്ക് കിട്ടും. മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത് നമ്മൾ റാങ്ക് വരുന്നത് DTC ആൻഡ് ZTC റാങ്കിൽ വരുമ്പോൾ നമുക്ക് ലിറ്റിൽ മോർ ഇൻകം, ബിക്കോസ് DTC റാങ്ക് ZTC റാങ്കിലേക്ക് കുറച്ചുകൂടി അഡീഷണൽ ഇൻകം കിട്ടാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ട്. നമ്മൾ റോയൽറ്റി ബോണസ് ഒക്കെ കിട്ടുന്നുണ്ട് അവിടെ. അതേപോലെ തന്നെ ടീം ഫണ്ട് കിട്ടുന്നുണ്ട് അവിടെ. അങ്ങനത്തെ പ്രോസസ്സ് കുറച്ചുകൂടി നമുക്ക് ഇൻകം കൂടുതൽ കിട്ടും. നാലാമത്തെ സ്റ്റേജ് വരാൻ നേരത്ത് നമ്മൾ RTC ആൻഡ് NTC ലെവലിൽ വരാൻ നേരത്ത് അവിടെ ഒരു ഡീസെന്റ് ഇൻകം ആണ്. ഫോർത്ത് സ്റ്റേജ് വരാൻ നേരത്ത് ഡീസെന്റ് ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത്. അഞ്ചാമത്തെ സ്റ്റേജ് വരുന്നത് അവിടെ വർക്ക് ഇല്ല, പക്ഷെ നമുക്ക് ഇൻകം ഉണ്ട്. CTC, ITC റാങ്കിൽ എത്താൻ നേരത്ത് ഫിഫ്ത്ത് സ്റ്റേജ് ആണ്. അപ്പം ഹൈലി ഇൻകം ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് നമുക്ക് CTSC ആൻഡ് ITC റാങ്ക്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഇതേ റാങ്ക് വെച്ചിട്ട് നമ്മൾ ഇതേ എൻഗ്രാഫ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മളെ ലൈഫിലും നമുക്ക് അങ്ങനത്തെ ഒരു കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മളെ ഗ്രോത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വിന്നേഴ്സ് നെവർ ക്വിറ്റേഴ്സ് നെവർ വിൻ. നമ്മളെല്ലാവരും പറയുന്നത് ഒരു വിന്നറായിട്ട് നമ്മൾ മാറണം. ആ വിന്നറായിട്ട് മാറണമെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം നമ്മൾ മനസ്സിലായി. ഇഫ് സംബഡി ഓഫേഴ്സ് യു ആൻ അമേസിംഗ് ഓപ്പർച്യൂണിറ്റി ബട്ട് യു ആർ നോട്ട് ഷുവർ യു ക്യാൻ ഡു ഇറ്റ്, അല്ലെ? ഇന്ന് പല സ്ഥലത്ത് പോകാൻ നേരത്ത് നമ്മൾ കേൾക്കുന്നത് തന്നെയാണ്, അയ്യോ ഇത് എനിക്ക് പറ്റൂല, ഇത് എനിക്ക് ചെയ്യാൻ പറ്റൂല. യെസ്, അവരോട് നമ്മൾ പറയേണ്ടത് എത്രയേ ഉള്ളൂ, ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് സേ യെസ് ആൻഡ് ലേൺ ഹൗ ടു ഡു ഇറ്റ് ലേറ്റർ, അല്ലെ? ആദ്യം കയറുക, പിന്നെ പഠിക്കുക, പിന്നെ ആ ഒരു പ്രോസസ് കൂടെ പോവുക. യെസ് യു ക്യാൻ ഡു. ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നമ്മൾ ഓരോരുത്തരും മൂവ് ചെയ്യണം. ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മൾ ഇന്ന് സക്സസിലേക്ക് എത്തിക്കുന്നത്. ഞാൻ എല്ലാവരോടും താങ്ക്സ് പറയണം എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നത്. എന്റെ വിഷസ്, ലവ്, ബ്ലെസ്സിങ്സ്, എൻകറേജ്മെന്റ്സ്, kindness, trust and friendship, inspiration, motivation എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണം. These words feel short to express feeling, but they carry the sound from the strings of my heart. Thanks പറയാ. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ ആയിട്ട് മാറട്ടെ പ്രാർത്ഥിക്കും.